അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ടല്ലോ, SSF ഉണ്ടല്ലോ, SYS ഉണ്ടല്ലോ, മുസ്ലിം ജമാഅത്ത് ഉണ്ടല്ലോ, അതിനെല്ലാം ഞാനും അതിലൊരു മെമ്പറാണെന്ന നിലയ്ക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതേ സമയത്ത് ഞാൻ പറയട്ടെ, അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നേതാവാകണമെന്ന് ചിന്തിക്കല്ലേ. എനിക്ക് SSFന്റെ പ്രസിഡന്റ് ആകണം, SYSന്റെ സെക്രട്ടറി ആകണം, അതെ എനിക്ക് അതിന്റെ ഫിനാൻസ് സെക്രട്ടറി ആകണം, എനിക്ക് മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് ആകണം. ഇങ്ങനത്തെ ചിന്ത വേണ്ട. റഹ്മാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞില്ലേ, കുൻ ദനബൻ, മോനെ നീ ഒരു വാലായിക്കോ, വലാതകുൻ റൈസൻ, നീ തലയാകാൻ നോക്കണ്ട, വാലായിക്കോ. ലിഅന്ന അവ്വല ദർബത്തിൻ യഖഉ അല റൈസി, ആദ്യത്തെ വെട്ട് തലക്കാണ് കേട്ടോ. ഒരാള് വെട്ടം വന്നാൽ വാലിനല്ലല്ലോ വെട്ടുക, വെട്ടാദ്യം തന്നെ കിട്ടുക തലക്കാണ്. അതുകൊണ്ട് തലയാകാൻ നോക്കണ്ട, വാലാകാൻ നോക്കിക്കോ. പലപ്പോഴും ഇബിലീസിന്റെ വെട്ടുണ്ടല്ലോ, നമ്മളെ നരകത്തിൽ കൊണ്ടുപോയി ഇടുന്ന വെട്ട്, ആ വെട്ട് നേതൃത്വത്തിനാണ് പലപ്പോഴും സംഭവിക്കുക, അനുയായികൾക്കല്ല. കാരണം അനുയായികൾ എപ്പോഴും വിനയത്തോടെ നിന്റെ കൈപിടിച്ച് ചുംബിക്കാൻ വരുന്നത് അവർ നിന്നിൽ ബഹുമാനം കാണുന്നു. നീ ചിലപ്പം വിചാരിക്കുന്നു അദ്ദേഹത്തെ കാണും ചോറ് ഞാനാണെന്ന്. നിനക്ക് ഇബിലീസിന്റെ വെട്ട് കിട്ടിപ്പോയി, നീ പരാജയപ്പെട്ടു പോയി. ഒരു പക്ഷേ നിന്റെ കൈപിടിച്ച് ചുംബിക്കുന്നവൻ പടച്ചവന്റെ അടുക്കൽ നിന്നെക്കാൾ എത്രയോ ഉയർന്നവനാകാം. നീ മനസ്സിലാക്കുന്നത് പോലെയല്ല. നിന്നോട് ഒരാൾ ദുആ ചെയ്യണ ഉസ്താദേ എന്ന് പറയും, അപ്പൊ നിനക്ക് തോന്നി ഞാനൊരു ദ്വാരക്കേണ്ട ആള്, അയാൾ ദ്വാരക്കാൻ പറയേണ്ട ആള്, ഇങ്ങനെ വന്നു പോകണ്ട. സുബ്ഹാനല്ലാഹ്. മറിച്ച് ആ ദുആ ചെയ്യാൻ പറഞ്ഞ ആള് ചിലപ്പോൾ ഔലിയാക്കളിൽപ്പെട്ട മഹാനായിരിക്കും. നീയോ അദ്ദേഹത്തിന്റെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടേണ്ടവനായിരിക്കും. മഹാനായ പുല്ലൂക്കര ഉസ്താദ് ഞങ്ങൾ ഓതിപ്പിടിക്കുന്ന സമയത്ത് ഞങ്ങൾ ഉപദേശിച്ച ഉപദേശം എന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ഒരാൾ കൈപിടിച്ച് ചുംബിക്കാൻ വരുമ്പോൾ നിങ്ങൾ കൈവലിക്കണ്ട. ഉസ്താദ് പറയാണ് നിങ്ങൾ കൈവലിക്കണ്ട. അതേ സമയത്ത് അപ്പോൾ എന്റെ കൈക്ക് വലിയ ബഹുമാനമുണ്ട് എന്ന് ചിന്തിക്കുകയും വേണ്ട, ബറക്കത്തുണ്ട് എന്ന് ആലോചിക്കണ്ട. ബറക്കത്തുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടിക്കോട്ടെ, നമ്മളത് വലിക്കാനും പോകണ്ട. അതേ സമയം ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ മൂക്ക് എന്റെ കയ്യിലിന്റെ മേലെ വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മൂക്കിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ കൈ രക്ഷപ്പെടണമെന്ന് ചിന്തിക്കണം.